സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. ഉച്ചയ്ക്ക് ശേഷം ജിത്തുവും അജുവും വീട്ടിലെത്തി. ജാനകിക്ക് അവളുടെ വീട്ടിൽ കുറച്ച് ദിവസം പോയി നിൽക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് ജിത്തുവിനെ അവളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കണം. അതാണ് നേരത്തെ ഇറങ്ങിയത്. ജാനു റെഡിയായി നിന്നതുകൊണ്ട് ജിത്തു അവളെയും കൂട്ടി വേഗത്തിൽ ഇറങ്ങി. അവർ പോകുന്നത് നോക്കി അജു അകത്തേക്ക് കയറി. ആളിൽ തന്നെ സേതുവും ദത്തനും ഇരിക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങനെ ഒരുമിച്ചിരിക്കുന്നത് കണ്ടില്ലാത്തത് കൊണ്ട് തന്നെ അജു ഒരു നിമിഷം വാതിക്കലിൽ നിന്ന് ആ കാഴ്ച നോക്കി നിന്നു. നീ പോയി വന്നോ? ദത്തന്റെ നെഞ്ചിൽ ബാമിട്ട് കൊടുത്തുകൊണ്ട് അജുവിനെ നോക്കി സേതു ചോദിച്ചു. അജു ഒന്ന് മൂളിക്കൊണ്ട് മുകളിലേക്ക് ഓടിക്കേറി ദത്തൻ അവൻ പോകുന്നത് നോക്കിയിരുന്നു. അവൻ പഴയ അജുവായ പോലെ. അവനെ നോട്ടവും മുകളിലൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ദത്തൻ അങ്ങനെ പറഞ്ഞത്. സേതു അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അവൻ എന്തെങ്കിലും മനസ്സിൽ കാണാതെ അങ്ങനെ പെരുമാറില്ലല്ലോ. അവനായി ഇവിടെ ഉള്ളവരെ അറിയിക്കണമെന്ന് തോന്നുമ്പോൾ അവനായി അറിയിക്കട്ടെ എന്ന് ചിന്തിച്ചു. അജു റൂമിലെത്തി ഫോൺ ടേബിളിൽ വെച്ച് ബാത്റൂമിൽ കയറി. ഒന്ന് മേല് കഴുകിയിട്ട് അവരെടുത്ത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബെഡിൽ അവന്തികയുണ്ട്. ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വെച്ച് അവൻ്റെ കാല് നിലം തൊടാതെ അങ്ങനെ തന്നെ നിന്നു. പിന്നെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അർജുൻ. അവനെ കണ്ടതും ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവനെ നഗ്നമായ നെഞ്ചിലേക്ക് നോക്കിക്കൊണ്ട് അവൾ വിളിച്ചു. അജു അവൾ അവിടെയുണ്ടെന്ന് പോലും നോക്കാതെ മുന്നോട്ട് നടന്നു. ഒപ്പം ഡോറിലേക്ക് നോക്കി. അടച്ച് ലോക്കാക്കിയിട്ടുണ്ട്. അവൻ്റെ ഭാര്യ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് അജു ഒരു ചിരിയോടി ഓർത്തു. അർജുൻ എന്താ ഒന്നും മിണ്ടാത്തത്? അവന്തിക അജുവിൻ്റെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് ചോദിച്ചു. അജു വേഗം ഷെൽഫ് തുറന്നൊരു ടീഷർട്ട് ഇട്ടു. അവൻ്റെ നഗ്നമായ പുറത്ത് തലോടാൻ നീട്ടി അവന്തികയുടെ കൈകൾക്ക് അതിന് കഴിഞ്ഞില്ല. അപ്പോഴേക്കും അവൻ ടീഷർട്ട് ഇട്ട് കഴിഞ്ഞിരുന്നു. അർജുൻ. അജുവിൻ്റെ പുറത്തു കൂടെ അവനെ പുണരാൻ ഉയർത്തിയ കൈകൾ അവൻ തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തട്ടി മാറ്റി. രാവിലത്തെ ചെറുക്കൻ്റെ കൊലച്ചിരി തിരിച്ചറിയാതെ കയറി വന്നതാണ് അവൾ. എന്ത് പറ്റി? അപ്പോഴേക്കും എന്നെ മറന്നോ? ഇങ്ങനൊരു മറവിക്കാരൻ, അവന്തിക ചിരിയോടെ പറഞ്ഞു. അവളുടെ നോട്ടം അവൻ ഉടുത്തിരുന്ന ടവലിലേക്കായിരുന്നു. ആ നോട്ടം കണ്ടതും അജു ക്രൂരമായി ചിരിച്ചു. ഇങ്ങനെ പിന്നാലെ വരാൻ വേണ്ടി തന്നെയാണ് അവളോട് ചിരിച്ചത്. അവളെ നോക്കിയത് കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. പക്ഷേ അവൾ പറഞ്ഞ വാക്കുകൾ അതിലെന്തൊക്കെയോ മറഞ്ഞു കിടക്കുന്നത് പോലെ അതെല്ലാം അറിയണം. അതിനാണ് ദേഷ്യം കാണിക്കാതെ അവളോട് ഒട്ടി നിന്നത്. എന്നാൽ ഒന്നും നടന്നില്ല. അജുവിൻ്റെ അരയിലെ ടവലിൽ നിന്ന് നോട്ടം മാറ്റി അവന്തിക കാണുന്നത് അവളെ നോക്കി ചിരിയോടെ നിൽക്കുന്നവൻ്റെ മുഖമാണ്. പക്ഷേ ആ ചിരിയിൽ ഒളിഞ്ഞു കിടക്കുന്ന ഭ്രാന്തനെ അവൾ കണ്ടില്ലെന്നുള്ളതാണ് സത്യം. അവന്തിക എന്തോ പറയാൻ വേണ്ടി തുടങ്ങിയതും അജു കയ്യിൽ പിടിച്ച് അവൻ്റെ ഷോർട്സും കൊണ്ട് ബാത്റൂമിൽ കയറി. അവന്തിക ഒന്ന് ഞെട്ടി. ഭ്രാന്തനാണെങ്കിലും എവിടേക്കോ ബുദ്ധിയുള്ള പോലുള്ള പെരുമാറ്റമാണ്. എവിടേക്കോ അല്ല, എല്ലായിടത്തും ഒരു ഗൗരവവും അഹങ്കാരവും, അങ്ങനെ ഒരു ഭാവം. കഴിഞ്ഞ തവണ വന്നപ്പോൾ കണ്ട അർജുന അല്ലാത്തതുപോലെ. അന്നും ഒരടുപ്പൊന്നും കാണിച്ചിട്ടില്ല. ഉള്ളിൽ അവനോടുണ്ടായിരുന്ന ആഗ്രഹം അത് പുറത്തേക്ക് എടുക്കാൻ ഒരവസരം കിട്ടിയപ്പോൾ പുറത്തേക്ക് എടുത്തു. പക്ഷേ അന്നവൻ പ്രതികരിച്ചത്. ബാത്റൂമിൻ്റെ ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടും അവളുടെ കണ്ണുകൾ അങ്ങോട്ടേക്ക് പോയി. ബ്ലാക്ക് ടീഷർട്ടും ബ്ലൂ ജീൻസിൻ്റെ ഷോർട്സുമാണ് അവൻ്റെ വേഷം. വല്ലാത്തൊരു കത്തിക്കയറുന്നൊരു സൗന്ദര്യം അവനിലുണ്ടെന്ന് അവൾക്ക് തോന്നി. ഉള്ളിലുള്ള കൊതി വീണ്ടും കൂടുന്നത് പോലെ അജു ചിരിയോടെ തന്നെ അവന്തികയുടെ അടുത്തേക്ക് നടന്നു. ഒപ്പം കണ്ണുകൾ ഡോറിലേക്കൊന്ന് പോയി ലോക്കാക്കിയില്ലെന്ന് ഉറപ്പ് വരുത്തുന്നത് പോലെ. അർജുൻ. അവന്തിക കണ്ണിൽ വശ്യത നിറച്ചുകൊണ്ട് അവൾക്ക് അടുത്തേക്ക് വരുന്നവനെ വിളിച്ചു. കാഴ്ചയിൽ യാതൊരു കുഴപ്പമില്ല. ഇവനിങ്ങനെ ഒരു വട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പായും ആരുടെയെങ്കിലും കാല് പിടിച്ചിട്ടായാലും ഇവനെ കെട്ടിയിരുന്നു. പക്ഷെ പൊട്ടനല്ലേ, ഭ്രാന്തനല്ലേ, സമനില നഷ്ടപ്പെട്ടവനല്ലേ. അവന്തിക, അതല്ലേ തൻ്റെ പേര്? ഇടിമുഴക്കം പോലുള്ള ശബ്ദം കണ്ണിൽ വശ്യത കൊതിത്തിരിക്കുന്നവളുടെ കണ്ണുകളിൽ നിന്നും അത് പാഞ്ഞു പറന്നുപോയി. അവനിൽ യാതൊരു കുഴപ്പമില്ലെന്ന് അവൾക്ക് ആ നിമിഷം മനസ്സിലായി. ദേഹം പിറക്കുന്നു. ഇടയ്ക്കവന് ബോധം വരുന്നും പോകുന്നുമൊക്കെ രാധിക പറഞ്ഞിരുന്നു. പക്ഷേ ഈ ബോധം പോകാൻ എന്ത് വേണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. എല്ലാവരുടെയും കണ്ണു തിരിച്ചുകൊണ്ട് കുറച്ച് പഠിക്കാനും എന്നെ ശല്യം ചെയ്യരുതെന്ന് രാധികയോട് പറഞ്ഞേൽപ്പിച്ച ശേഷം അങ്ങോട്ട് വരാൻ തോന്നിയ നിമിഷത്തെ അവൾ ഭയന്നു. അവനിക്കൊന്നും പറഞ്ഞില്ല. കണ്ണു തുറിച്ച് അവനെ തന്നെ നോക്കി നിൽക്കുന്നവരുടെ മുഖത്തിന് മുന്നിൽ കൈവീശിക്കൊണ്ട് അവൻ പറയുമ്പോൾ അവന്തികൊന്ന് ഞെട്ടി. ഞാൻ അജുവിനെ എന്നെ ഓർമ്മയില്ലേ? നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ആഹാ, അതിനിടയിൽ അങ്ങനെ ഒരു കഥയുണ്ടോ? ധൈര്യം സംഭരിച്ചുകൊണ്ട് കഴിഞ്ഞു പോയതൊന്നും ഓർമ്മയില്ലാത്തവൻ്റെ തലച്ചോറിലേക്ക് അവൾ പുതിയത് പറഞ്ഞു കൊടുക്കാൻ തുനിഞ്ഞു. പക്ഷേ അവൻ്റെ ആ വിലയില്ലാത്ത സംസാരത്തിൽ അവളുടെ ധൈര്യം ചോർന്നു പോയി. ബുദ്ധിയില്ലാത്തപ്പോൾ തന്നെ താൻ ചെയ്യുന്നത് ചീത്തയാണെന്ന് മനസ്സിലാക്കി കഴുത്തി പിടിച്ച് കൊല്ലാൻ നോക്കിയവനാണ്. ഇപ്പോൾ ഈ നിമിഷം എന്ത് ചെയ്യണമെന്ന് അവൾക്ക് അറിയാതെയായി. അജു ബെഡിലേക്കിരുന്നു. അവന്തിക ആ നിൽപ്പ് നിന്നു. ഇറങ്ങി ഓടാൻ തോന്നുന്നുണ്ട്. പക്ഷേ വിടില്ലവൻ. ഇനി പറ അവന്തിക, നമ്മൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? പ്രണയം? അജു അവളുടെ വിയർപ്പ് നിറഞ്ഞ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒരു വാട്ടിനോടുള്ളിലെ വികാരങ്ങൾ കാണിക്കാനുള്ള ധൈര്യമൊന്നും ഇപ്പോൾ അവൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴില്ല.
ഞാൻ ജിതിൻ്റെ കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ അർജുൻ എൻ്റെ കൂടെ തന്നെയായിരുന്നു. എന്നിട്ട് അവൻ അറിയേണ്ടത് അതല്ല. അവൾ പിന്നെയും ഒരുപാട് വാക്കുകൾ പറഞ്ഞിരുന്നു. ഈ ബെഡിൽ കിടന്ന കണക്കുകളൊക്കെ പറഞ്ഞിരുന്നു. അതാണ് അവൻ അറിയേണ്ടത്. ബോധമില്ലെങ്കിൽ പോലും ചെയ്യില്ലെന്ന് ഉറപ്പുണ്ട്. പക്ഷേ ഒരു ചെറിയ പേടി. പെണ്ണ് തുനിഞ്ഞിറങ്ങിയ പലതും നഷ്ടപ്പെടുന്നു വരുമല്ലോ. നമ്മൾ തമ്മിൽ ഫിസിക്കൽ റിലേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അർജുനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പറഞ്ഞു തീർന്നില്ല. കണ്ണുകൾ മേലേക്കും മറിഞ്ഞു. കാലുകൾ രണ്ടും നിലത്തിൽ നിന്ന് ഉയർന്നു. ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടി അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് പെടഞ്ഞു. പന്ന നായിൻ്റെ മോളെ, എനിക്കിട്ട് ഉണ്ടാക്കുന്നോടി പുന്നാര മോളെ. ആജു അവളെ ചുമലിലേക്ക് ചേർത്ത് നിർത്തി. അവന്തിക്ക് അവൻ്റെ കയ്യിൽ കിടന്ന് പെടഞ്ഞുകൊണ്ടിരുന്നു. സത്യം പറ, നമ്മൾ തമ്മിൽ എന്തായിരുന്നു? എങ്ങനെയായിരുന്നു? എൻ്റെ ഭാര്യയ്ക്ക് എന്തിനാ നിന്നോട് ഇത്ര ദേഷ്യം? അങ്ങനെയെല്ലാം സത്യമായി പറ. അതും പറഞ്ഞുകൊണ്ട് കഴുത്തിലുള്ള കൈ വിട്ടതും അവൾ തലച്ചയോടെ ചുമലിലേക്ക് ചാരിയിരുന്നു. ആജു അവൾക്കൊപ്പം നിലത്തേക്ക് ഇരിക്കാതെ താഴ്ന്നു വന്നു. പറ. ഒന്നുമില്ല, നമ്മൾ തമ്മിൽ ഒന്നുമില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. പേടി കൊണ്ടോ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ വാക്കുകൾ പറഞ്ഞു പൂർത്തിയാക്കാൻ അവൾ വല്ലാതെ കഷ്ടപ്പെട്ടു. അജു ഒന്ന് പൂജിച്ചു കൊണ്ട് ചിരിച്ചു. പെണ്ണെന്ന വർഗത്തിന് തന്നെ അപമാനമാണ് ഇവളെ പോലുള്ളവന്മാർ. എൻ്റെ ഭാര്യയ്ക്ക് നിന്നോടെന്താ ഇത്ര ദേഷ്യം? നിങ്ങൾ തമ്മിൽ ഇതിനു മുമ്പ് അറിയോ? നന്ദുവിനോട് ചോദിച്ചാലും അവൾ പറയില്ലെന്ന് കരുതിയാവും അവളോട് തന്നെ ആ കാര്യം അവൻ ചോദിച്ചത്. പക്ഷേ അതിൻ്റെ കാരണം അവൾക്കും അറിയില്ല. അതെനിക്കറിയില്ല. ഞാൻ അർജുനോട് മോശമായി പ്രവർത്തിച്ചത് അറിഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു. അവൾക്ക് തോന്നിയ കാര്യം അവൾ അതുപോലെ പറഞ്ഞു. അജുവിനും അങ്ങനെ തോന്നി. അതുതന്നെയാവും. അങ്ങനെ ആയതുകൊണ്ടാണ് രാവിലെ ചാടിക്കളിച്ച് കുറേ വായിൽ തോന്നിയ ഉപദേശവും തന്നിട്ട് ചാവിട്ടി കുലുക്കി പോയത്. അവൻ്റെ നന്ദയുടെ ഓർമ്മയിൽ അവനൊന്ന് ചിരിച്ചു. നോട്ടം അവന്തിയിലേക്ക് പോയപ്പോൾ ആ കണ്ണുകൾ ക്രൂരമായി തെളിഞ്ഞു. ഇവിടെ നടന്നത് ഞാനോ നീയോ അല്ലാതെ ഒരാൾ അറിയുന്നുണ്ടെങ്കിൽ അതെൻ്റെ നാവ് കൊണ്ടായിരിക്കണം. അല്ലാതെ പോയി മറ്റുള്ളവരോട് പറഞ്ഞോ? ഇല്ല, ഞാൻ പറയില്ല. അവളുടെ മറുപടിയിൽ അവൻ്റെ കണ്ണുകൾ വിടർന്നു. അജ് അവളുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് മാറിയതും അവന്തിക കാറ്റ് പോലെ ഡോറിൻ്റെ അടുത്തേക്ക് പാഞ്ഞു. ഡോറ് തുറന്ന് വേഗത്തിൽ പുറത്തേക്ക് പോകുന്നവളെ നോക്കി അവൻ ഡോറ് വലിച്ചടച്ച് ബെഡിൽ മലന്ന് കിടന്നു. ബോധത്തോടെ അല്ലെങ്കിലും ഒരു പെൺകുട്ടി അവനെ മോശമായ രീതിയിൽ സ്പർശിച്ചെന്നറിഞ്ഞപ്പോൾ ആ വേദന അജ് കണ്ണുകൾ മുറുകിയടിച്ചു. അജൂട്ടാന്ന് വിളിച്ചുകൊണ്ട് കുറുകുന്ന ഒരുവളുടെ മുഖം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു. പെണ്ണിനെ ഒന്ന് കാണാൻ, ഇറുകെ പുണരാൻ, അവളുടെ വായിൽ വിടുന്ന ദേഷ്യം പിടിച്ച വാക്കുകൾ കേൾക്കാൻ, അങ്ങനെ എന്തിനൊക്കെയോ അവന് തോന്നി. നന്ദു ജോലി കഴിഞ്ഞ് വന്നത് മുകളിലേക്ക് ഓടിക്കേറി. അവളുടെ സ്വർഗത്തിലേക്ക് ചാരിയുടെ വാതിൽ പതിയെ തുറക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ചുരുങ്ങി. അവൾ വരുന്ന സമയം അവളെ കാത്ത് ഹാളിലോ പുറത്തോ നിൽക്കുന്നവനാണ് ഇന്ന് കണ്ടില്ല. അല്ലെങ്കിൽ ഈ പൊട്ടനെ എന്തിനു കൊള്ളാം? എൻ്റെ ആജൂട്ടനായിരുന്നെങ്കിൽ ഓടി വന്ന് ഉമ്മിച്ചിരുന്നു. അതൊക്കെ ഒരു കാലം. ഇനി അതൊക്കെ കിട്ടണമെങ്കിൽ ഇതിന് തലക്ക് വല്ല തടി കൊണ്ട് അടിച്ച് ബോധം കളയേണ്ടി വരും. പൊട്ട ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഡോറ് ലോക്കാക്കി ബെഡിൽ കമഴ്ന്ന് കിടക്കുന്നവൻ്റെ അടുത്തേക്ക് ചെന്ന് തട്ടി വിളിച്ചു. അജൂട്ടാ. ചെരിഞ്ഞ് കിടക്കുന്നവൻ്റെ സുന്ദരമായ അവൻ്റെ മുഖത്തേക്ക് നോക്കി പ്രണയത്തോടെ അവൾ വിളിച്ചു. അജു കണ്ണുകൾ തുറന്ന് അവളെ നോക്കി. ആ നിമിഷം തന്നെ അവൾ കണ്ണു തുറപ്പിച്ചുകൊണ്ട് അവനെ നോക്കി. എന്താ മോനെ അജു, പതിവില്ലാതെ ഈ നേരം ഒരു കിടത്തം? മാനം പോയോ? ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പെണ്ണ് ചോദിച്ചതും അജു കാണാൻ ആഗ്രഹിച്ച മുഖം, കേൾക്കാൻ ആഗ്രഹിച്ച ശബ്ദം അവളെ പിടിച്ച് വലിച്ചവൻ ബെഡിലേക്ക് ഇട്ടു. മാനല്ലടി, ആകാശം പറഞ്ഞുകൊണ്ട് അജു നന്ദുവിൻ്റെ ചുണ്ടുകളെ പുണർന്നു. അജുവിൽ നിന്നും പ്രതീക്ഷിക്കാത്തൊരു നീക്കമായതുകൊണ്ട് അവളൊന്ന് പുളഞ്ഞു. കീച്ചുണ്ടും മേൽച്ചുണ്ടും മാറി മാറി നുണയുന്ന അജുവിൻ്റെ കൈകൾ അവളുടെ സാരി വകഞ്ഞു മാറ്റി വയറിൽ തലോടാൻ തുടങ്ങിയതും നന്ദു പെടുന്ന അജുവിനെ തള്ളി മാറ്റി ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ഞാനൊന്ന് കുളിക്കട്ടെ, ആകെ മുഷിഞ്ഞിരിക്കുവാ. നന്ദു ചുണ്ട് കൂട്ടിക്കൊണ്ട് ഷോളിൽ നിന്നും പിന്നടിച്ചുകൊണ്ട് സാരി അടിച്ചു മാറ്റി. അജു പല്ല് കടിച്ചുകൊണ്ട് ബെഡിൽ മലന്ന് കിടന്നു. കുരിപ്പ് മാനപ്പുറം കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാ. കാണിച്ച് കൊതിപ്പിക്കാനായി ഇറങ്ങിയിരിക്കുക. പോയി കുളിച്ചിട്ട് വരട്ടെ ചേട്ടാ. ജാക്കറ്റിൻ്റെ ഹുക്ക് അയച്ചുകൊണ്ട് നന്ദു കളിയോടെ പറയുമ്പോൾ അജു വീണ്ടും അവളെ വലിച്ച് ബെഡിലേക്ക് ഇട്ടു. നന്ദത് പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെ നേരെ വന്ന് കിടന്നു. ആ നിമിഷം തന്നെ ജാക്കറ്റും മിന്നറുമൊക്കെ അവളിൽ നിന്ന് പറന്നു. അജു അവളുടെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി. അവൻ്റെ തണുപ്പും ചുണ്ടിൻ്റെ ചെറു ചൂടും സഹിക്കാൻ പറ്റാതെ നന്ദവൻ്റെ ശരീരത്തിൻ്റെ അടിയിൽ കിടന്ന് പെടഞ്ഞു. അജു അവളുടെ വലത്തേമാന വായിലാക്കി നുണഞ്ഞു തുടങ്ങി. നന്ദുവിൻ്റെ കൈ അജുവിൻ്റെ തലമുടിയിൽ ശക്തിയായി അമർന്നു. അജു വായിലിരിക്കുന്ന അവളുടെ മാറിനെ അമർത്തി കടിച്ചു. നന്ദു വലിയ വായിൽ നിലവിളിച്ചു. പെണ്ണിനെ കണ്ണു നിറഞ്ഞു. നന്ദവനെ മറിച്ചിട്ട് അവന് മുകളിൽ കിടന്നു. അജുവിന് അപകടം മണത്തു. തള്ളി മാറ്റാൻ തുടങ്ങും മുമ്പ് തന്നെ അവൻ്റെ ടീഷർട്ടിന് മുകളിൽ കൂടി നന്ദുവിൻ്റെ പല്ലും നഖവും ഒരുപോലെ അമർന്നു. നിലവിളിക്കാനായി വാ തുറന്നവൻ്റെ വായിലേക്ക് നന്ദവളുടെ നാവിനെ ഇറക്കി.
അജുവിന്റെ ശബ്ദം തൊണ്ടവഴി തിരികെ ഇറങ്ങിപ്പോയി. അവന്റെ കൈകൾ നഗ്നമായ നന്ദുവിന്റെ പുറത്തമർന്നു. നന്ദുവിന്റെ നാവുകൾ തഴുകി തലോടിക്കൊണ്ടിരുന്നു. രണ്ടുപേരുടെയും ഉമിനീരുകൾ ഒന്നായി തൊണ്ടയിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. അജുവിന്റെ കൈകൾ അവളിൽ അലഞ്ഞു നടന്നു. നന്ദുവിന്റെ പുറത്തു നിന്ന് കൈകൾ മാറ്റി അവൻ അവളുടെ മാറിലേക്ക് വെച്ചു. രണ്ടു മാറുകളെയും അവൻ കയ്യിൽ വെച്ച് ഞെരിച്ചുടച്ചുകൊണ്ടിരുന്നു. നന്ദ അവളുടെ നാവ് അവന്റെ വായ്ക്കകത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. അജു നന്ദുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഇനിയും ചുംബിക്കാൻ അവൻ പറയാതെ പറഞ്ഞതും നന്ദവന്റെ ചുണ്ടിലേക്ക് അവളുടെ ചുണ്ട് കൂട്ടിമുടിച്ചു. രണ്ടുപേരും ഒരുപോലെ വലിച്ചു നുണഞ്ഞു തുടങ്ങി. രണ്ടുപേരുടെ ഉമിനീര് അവളുടെ ചുണ്ടുകളിൽ ഒരുപോലെ പടർന്നു. അപ്പോഴും അജുവിന്റെ കൈകൾ അവളുടെ മാറിൽ മാത്രമായിരുന്നു. അവയെ പതുക്കെയും മുറുക്കെയും ഞെരിച്ചുടക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നന്ദവന്റെ ചുണ്ടിൽ നിന്നും അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചതും അജു അവളെ ബെഡിലേക്ക് തള്ളിയിട്ട് അവൾക്ക് മുകളിലിരുന്നു. അവന്റെ മുഖം അവളുടെ വയറിലേക്ക് താഴ്ന്നു. ആ അജൂട്ടാ. ആ സമയത്ത് അവളുടെ ആ വിളി കേൾക്കാൻ വല്ലാത്ത ചേലാണ്. വാത്സല്യമോ കൊഞ്ചലോ ഇല്ലാത്ത വെറും കാമം മാത്രം നിറഞ്ഞു നിൽക്കുന്ന വിളി. അജു അവളുടെ വയറിൽ അമർത്തി ഞെരിച്ചുകൊണ്ട് അവിടെ ചുംബിച്ചും കടിച്ചും പറഞ്ഞു. സുഖമുള്ള വേദനയും അനുഭൂതിയും അവളിൽ നിറഞ്ഞു നിന്നു. വയറിൽ കടിക്കുമ്പോഴുള്ള അവിടെ പിടയിൽ ആസ്വദിച്ചുകൊണ്ട് അജു വീണ്ടും വീണ്ടും വയറിൽ കടിച്ച് ചുവപ്പിച്ചുകൊണ്ടിരുന്നു. നാവ് കൊണ്ട് അവളുടെ പൊക്കിൽ ചുഴിയിൽ തഴുകി ഉണർത്തുമ്പോൾ നന്ദവന്റെ തലമുടിയിൽ അമർത്തി പിടിച്ച് വലിച്ചു. കുറെ നേരത്തിന് ശേഷം അജു അവളുടെ വയറ്റിൽ നിന്ന് മുഖമുയർത്തി അവളുടെ മാറിലേക്ക് നോക്കി. നേരത്തെ കടിച്ച ഭാവം ചുവന്ന് കിടക്കുന്നു. വേദനിച്ചോ? അജു തീർത്തും വശ്യമായി ചോദിക്കുമ്പോൾ നന്ദ് കണ്ണ് ചിമ്മി. ആ സമയം തന്നെ അജു അവളുടെ മാറിൽ ആ പാടിൽ നാവ് കൊണ്ട് നക്കിയെടുത്തു. 1000 ചുംബനം ആ പാടിൽ അവൻ സമ്മാനിച്ചു. നമുക്കിതങ്ങ് പൂർത്തിയാക്കിയാലോ? അമ്മയുടെ അനുഗ്രഹം ഇത് കഴിഞ്ഞ് വാങ്ങിയാലോ? അതും പറഞ്ഞുകൊണ്ട് അജു അവളുടെ മുഖത്തേക്ക് നോക്കി കിതച്ചു. നന്ദൊന്ന് ചിരിച്ചു. ആ ചിരി സമ്മതമാക്കി അവൻ അവളുടെ പാവാടയുടെ വള്ളിയിൽ പിടിച്ചു. അയ്യോ! പെട്ടെന്ന് നന്ദവന്റെ കൈ തട്ടി മാറ്റി. അജുവളെ തുറച്ചു നോക്കി. ഇന്ന് വേണ്ട, നാളെ നോക്കാം. എനിക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എന്താണവ ഭവതിയുടെ ആഗ്രഹങ്ങൾ? അജു കണ്ണു ചുരുക്കി അവളുടെ മുകളിൽ കിടന്നുകൊണ്ട് ചോദിച്ചു. നന്ദൊന്ന് വിളിച്ചു. വല്ല കൊനിസ്റ്റ് പിടിച്ച ആഗ്രഹമാവും. സെറ്റ് സാരിയൊക്കെ എടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് പാലും പഴമൊക്കെ കയ്യിൽ പിടിച്ച് നാണം കൊണ്ട് കുണുങ്ങി. മതി മതി. അവളെ പറഞ്ഞ് മുഴിപ്പിക്കാൻ സമ്മതിക്കാതെ അജു അവളിൽ നിന്നും അകന്നു മാറി ബെഡിൽ കിടന്നു. നന്ദു കൈമുട്ട് കുത്തി തല കൈവെള്ളയിൽ വെച്ച് അവൻ്റെ നേരെ തിരിഞ്ഞു കിടന്നു. അതെന്താ, എൻ്റെ ആഗ്രഹം പറ്റില്ലേ? അവനെ കവളിൽ കളം വരച്ചുകൊണ്ട് നന്ദു ചോദിച്ചു. അജു അവളുടെ കൈ തട്ടി മാറ്റി അവളെ തലയിരിച്ചുകൊണ്ട് നോക്കി. പറ്റാഞ്ഞിട്ടൊന്നുമല്ല. സെറ്റ് സാരിയും പാലും മുല്ലപ്പൂവും പഴയൊക്കെ ഓക്കെ. പക്ഷേ നാണം കൊണ്ടല്ലാതെ വേറെ എന്തെങ്കിലും കൊണ്ട് കുണുങ്ങി വരാൻ പറ്റുമോ? അജു അതും പറഞ്ഞുകൊണ്ട് കീച്ചുണ്ടിൽ കടിച്ചു പിടിച്ചു. പൊട്ടി വന്ന ചിരി അടക്കാനെന്ന പോലെ നന്ദവനൊന്ന് കൂർപ്പിച്ച് നോക്കി. അല്ലേ, നിനക്ക് നാണം വരില്ലല്ലോ. അത് വരാൻ കാത്തു നിന്നാലേ ഞാനിങ്ങനെ മുരടിച്ച് പോകുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് ചുണ്ടരി പെണ്ണ് ആ കുണുങ്ങൽ മാറ്റി വേറെ കുണുങ്ങലാക്കൂ പ്ലീസ്. അജു പറഞ്ഞതും അവൻ്റെ നെഞ്ചിൽ നല്ലൊരു തല്ല് കൊടുത്തുകൊണ്ട് നന്ദു ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. എനിക്ക് നാണൊക്കെ ഉണ്ട്. പിന്നെ ഉണ്ട്, നല്ല നാണുണ്ട്. അതും പറഞ്ഞുകൊണ്ട് അജു പിന്നിൽ നിന്നും അവളുടെ 2 മാറിലും പിടിച്ചമർത്തി അവൾ ആ കൈ തട്ടി മാറ്റി. നാണുള്ളവരൊന്നും ഇങ്ങനെ ഇരിക്കില്ലടി ചുന്തരി ഭാര്യയെ, പേനെങ്കിലൊന്നും മറച്ചു പിടിക്കും. ചിരിയോട് അജു പറയുമ്പോൾ നന്ദു അവനിൽ നിന്നും അകന്നു മാറി ബെഡിൽ നിന്നിറങ്ങി. എന്തോ പറയാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് താഴെ നിന്ന് എന്തൊക്കെയോ ശബ്ദവും തിരക്കും രണ്ടാളും ശ്രദ്ധിക്കുന്നത്. ആരുടെയോ കരച്ചിൽ ഉച്ചത്തിൽ കേട്ടതും അജു വേഗത്തിൽ ബെഡിൽ നിന്നിറങ്ങി വാതിലിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. നന്ദു നിലത്ത് കിടന്ന് സാരിയും ജാക്കറ്റും എടുത്ത് ബാത്റൂമിലേക്ക് കയറി.